ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് മീറ്റേഴ്സിനെ കുറിച്ചും എനർജി മീറ്റേഴ്സിനെ കുറിച്ചൊക്കെയാണ്. ഓക്കെ, അപ്പോൾ വാട്ട് മീറ്റർ എന്ന് പറയുന്നത് എന്ത് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു പേരാണ് വാട്ട് മീറ്റർ. ഏറ്റവും ബേസിക് ആയിട്ട് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം, ഈ കൂട്ടത്തിൽ ഏതാണ് പവർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ വാട്ട് മീറ്റർ ആണ്. വാട്ട് മീറ്റർ. ഓക്കെ, വാട്ട് മീറ്റർ സിംപിളി പറഞ്ഞാൽ വാട്ട് മീറ്റർ. വാട്ട് മീറ്റർ എന്ന് പറയുന്നത്, വാട്ട് എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. അപ്പം പവർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര് ഞാൻ എന്ത് പറഞ്ഞു? വാട്ട് മീറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം വാട്ട് മീറ്ററിനെ കുറിച്ച് നമുക്ക് മിനിമം നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു വർക്കിംഗ് പ്ലസ് അതിൻ്റെ പ്രത്യേകതകളെല്ലാം നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ സിലബസിലുള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടതും ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളതും ഈ ഒരു ടൈപ്പിനെ കുറിച്ച് തന്നെയാണ്, ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. ഇപ്പോൾ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വാട്ട് മീറ്റർ ആയിട്ട് തന്നെയാണ്. നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പം ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. ഓക്കെ, ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഡയഗ്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഡയഗ്രത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് പോയിന്റ്സ് നമുക്ക് പറയാം. ഇറ്റ് ഈസ് സിമിലർ ടു PMMC, അതായത് പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ്സിനെ പോലെ തന്നെയാണ് ഓൾമോസ്റ്റ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ. ഇതിന്റെ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിനെ. വാട്ട് മീറ്ററിന് അതൊന്നും ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. എനർജി മീറ്ററിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു PMMC ആയിട്ട് ഈക്വൽ ആണ്, പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ്സുമായിട്ട് ഈസിയാണ്, ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് പറഞ്ഞു. പക്ഷെ ആ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എക്സെപ്റ്റ് ദാറ്റ് ദ പെർമനന്റ് മാഗ്നറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ കോയിൽ. പെർമനന്റ് മാഗ്നറ്റ് ആയിരുന്നു എവിടെ യൂസ് ചെയ്തിരുന്നത്? PMMC ഇൻസ്ട്രുമെന്റ്സിനകത്ത് യൂസ് ചെയ്തിരുന്നത് പെർമനന്റ് മാഗ്നറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ അതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഒരു കോയിൽ യൂസ് ചെയ്യുന്നു. ആ കോയിലിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഫിക്സഡ് കോയിൽ എന്നാണ് വിളിക്കുന്നത്. ഫിക്സഡ് കോയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിനായിട്ട് രണ്ട് ടൈപ്പ് കോയിൽസ് ഉണ്ട്. ഒന്ന് ഫിക്സഡ് കോയിൽ, ഒന്ന് മൂവിങ് കോയിൽ. അപ്പോൾ ഫിക്സഡ് കോയിൽ ആരാണ്, എന്താണ് അതിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ അറിയണം. അതുപോലെ മൂവിങ് കോയിൽ എന്താണ്, ആരാണ്, അതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ, അപ്പോൾ PMMCയുടെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒരുപാട് എക്സാം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. DC മോട്ടറിന്റെ ടൈപ്പ് ഓഫ് വർക്കിംഗ് എങ്ങനെയാണ്, അതേപോലെ തന്നെയാണ് അതിനകത്ത് എന്തുണ്ടാകുന്നത്? ഒരു ടോർക്ക്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നതാണ് ഉണ്ടാകുന്നത്, അല്ലേ? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. അതുപോലൊക്കെ തന്നെയാണ് ഇവിടെയും. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പെർമനന്റ് മാഗ്നറ്റ് പകരം നമ്മൾ ഇവിടെ ഒരു കോയിൽ യൂസ് ചെയ്തു, ഫിക്സഡ് കോയിൽ അല്ലെങ്കിൽ മൂവിങ് കോയിൽ. പക്ഷേ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ത് തന്നെയാണ്? വെൻ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. അത് തന്നെയാണ് എന്ത് DC മോട്ടറിനെ നമ്മൾ പറഞ്ഞ അതേ, ഓൾമോസ്റ്റ് അതേ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ ഒരിക്കലും DC മോട്ടറിന്റെ അവസ്ഥയിൽ DC മോട്ടറിനെ പോലെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ച് വർക്ക് ചെയ്യുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല. എന്ത് തന്നെ എഴുതിയേ പറ്റത്തുള്ളൂ? PMMC ഇൻസ്ട്രുമെന്റ്സ് തന്നെ എഴുതിയേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഫിക്സഡ് കോയിൽ, മൂവിങ് കോയിൽ എന്താണെന്നുള്ളത് പറയാം. ഫിക്സഡ് കോയിൽ ഫോംസ് കറണ്ട് കോയിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് എക്സാം ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഫിക്സഡ് കോയിൽ ഫോംസ് കറണ്ട് കോയിൽ. ഫിക്സഡ് കോയിൽ എന്ന് പറയുന്നത് ആരാണ്? കറണ്ട് കോയിലാണ് ഞാൻ ഫിക്സഡ് കോയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിക്സഡ് കോയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫ്ലക്സ് അല്ലെങ്കിൽ ഫിക്സഡ് കോയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ്? നമുക്ക് കറണ്ട് കോയിലാണ് ഫിക്സഡ് കോയിൽ. ദെൻ മൂവിങ് കോയിൽ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? നമുക്ക് കുറച്ചുകൂടെ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. മൂവിങ് കോയിൽ ഫോംസ് പ്രഷർ കോയിൽ. ഓക്കെ, പ്രഷർ കോയിൽ. മൂവിങ് കോയിൽ ആരാണ്? പ്രഷർ കോയിലാണ്. അപ്പോൾ ഇതിനകത്തൊരു ഫിക്സഡ് കോയിലുണ്ട്, മൂവിങ് കോയിലുണ്ട്. ഫിക്സഡ് കോയിൽ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിക്കും, കറണ്ട് കോയിലാണ്. ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിനകത്ത് ഫിക്സഡ് കോയിൽ എന്ന് പറയുന്നത് കറണ്ട് കോയിൽ, മൂവിങ് കോയിൽ എന്ന് പറയുന്നത് പ്രഷർ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ എന്ന് വിളിക്കാറുണ്ട്. പ്രഷർ കോയിൽ ഓർ വോൾട്ടേജ് കോയിൽ നിന്നും അതിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. Okay, it develops a deflecting torque due to interaction of magnetic field produced in the moving coil and fixed coil. ഒട്ടുമിക്ക എല്ലാ ഇൻസ്ട്രുമെന്റ്സിനെയും നമ്മൾ പറയുന്നത്, പൊതുവേ നമ്മൾ പറയുന്നത് ഇതിനകത്ത് എല്ലാം ഇതുപോലൊരു ഫിക്സഡ് കോയിലും മൂവിങ് കോയിലൊക്കെ മിക്കവാറും എല്ലാ ഇൻസ്ട്രുമെന്റ്സിനകത്തും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്കിംഗ് എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥം നമ്മൾ അതിനെപ്പറ്റി ഭയങ്കര ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു മെഷീൻ ആണെങ്കിലും അതുപോലെ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് കോയിലിനകത്ത് ഫ്ലക്സ് ഉണ്ടാകുന്നു. ഈ രണ്ട് കോയിലിലെ ഫ്ലക്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ മൂലമാണ് ആരുണ്ടാകുന്നത്? ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്ന ഒരാളാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാകുന്ന റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
2 കോയിലുണ്ട്, ഫിക്സഡ് കോയിലും മൂവിങ് കോയിലൊക്കെ ഉണ്ട്. നമ്മളകത്തോട്ട് ഇനി വേറെ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുമ്പോഴും നമുക്ക് ഇതൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇന്ററാക്ഷൻ മൂലമാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്ന ഒരാളുണ്ടാകുന്നത്. അത് ഡിഫ്ലക്റ്റ് ചെയ്യാൻ ആവശ്യമായ ടോർക്ക് നമ്മൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരുന്നു നേരത്തെ. അത് തന്നെയാണിത്, സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. ഇതാണ് ഫിക്സഡ് കോയിൽ. ഈ 2 കോയിൽ, ഫിക്സഡ് കോയിൽ 2 എണ്ണം ഉണ്ട്. ഫിക്സഡ് കോയിൽ ഒരെണ്ണമല്ല, 2 കോയിൽ, അതായത് 2 കോയിലാണ് വെച്ചിരിക്കുന്നത്. ഈ ഫിക്സഡ് കോയിൽ എന്ന് പറയുന്ന ആൾ ഇതിനു മുമ്പ് നമ്മൾ മറ്റേതിനകത്ത് പെർമനന്റ് മാഗ്നറ്റ് വെച്ചതുപോലെ തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് കമ്പയർ ചെയ്യേണ്ട. ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് സോഴ്സിൽ നിന്ന് വരുന്ന കറണ്ട് ഫിക്സഡ് കോയിൽ രണ്ടും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ സീരീസ് ആയിട്ടാണ്. ഈ കോയിൽ നേരെ ഈ കറണ്ട് ഇങ്ങനെ വന്ന് ഈ കോയിൽ വഴി ചുറ്റി നോക്കാം. ഈ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. കറണ്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഇതിലേക്കൂടെ കയറുന്നുണ്ട്, ഇങ്ങനെ വന്ന് തിരിച്ച് വീണ്ടും ഇതിലേക്കൂടെ വന്ന് വീണ്ടും കറങ്ങി ഇതുവഴി വന്ന് നേരെ തൊട്ടടുത്ത ഫിക്സഡ് കോയിലിലേക്ക് പോകുന്നു. കണ്ടില്ലേ? അതിനകത്ത് വീണ്ടും ഇങ്ങനെ കറങ്ങി നേരെ തിരിച്ച് എങ്ങോട്ട് പോകുന്നു? ലോഡിലേക്ക് പോകുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറയാൻ നമുക്ക് മനസ്സിലാകും, ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. കണ്ടോ? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതായത് ലോഡിന് സീരീസ് ആയിട്ടാണ് ആര് കണക്ട് ചെയ്തേക്കുന്നത്? ഫിക്സഡ് കോയിൽ അല്ലെങ്കിൽ കറണ്ട് കോയിൽ കണക്ട് ചെയ്തേക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് എക്സാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഫിക്സഡ് കോയിൽ അല്ലെങ്കിൽ കറണ്ട് കോയിൽ കണക്ട് ചെയ്യുന്നത് ഇൻ സീരീസ് വിത്ത് ദി ലോഡ്. ലോഡിന് സീരീസ് ആയിട്ടാണ് ആര് കണക്ട് ചെയ്തത്? ഫിക്സഡ് കോയിൽ കണക്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ലോഡ് കൺസ്യൂം ചെയ്യുന്ന പവർ ആരാണ് മെഷർ ചെയ്യുന്നത്? ഈ ഫിക്സഡ് കോയിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മെഷർ ചെയ്യേണ്ടത് പവറാണ്. പവർ P ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. ഒരു DC സർക്യൂട്ടിനകത്താണ് ഈ പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ്. ഒരു AC സർക്യൂട്ട് എടുക്കാൻ നേരം നമുക്ക് എന്ത് കിട്ടി? VI cos phi എന്ന് കിട്ടി, അല്ലേ? VI cos phi. അപ്പോൾ നമുക്ക് ആരൊക്കെ മെഷർ ചെയ്യണം? വോൾട്ടേജിനെ മെഷർ ചെയ്യണം, കറണ്ടിനെ മെഷർ ചെയ്യണം, ഫേസ് ആംഗിൾ ഡിഫറൻസ് മെഷർ ചെയ്യണം. ഇവർ 3 മോഡലിലെ മൾട്ടിപ്ലിക്കേഷൻ കിട്ടുന്ന ഒരു റീഡിംഗ് ആയിരിക്കണം നമ്മുടെ വാട്ട് മീറ്ററിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത്. ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു 50 വാട്ട്സ് ആണെങ്കിൽ ഈ 50 വാട്ട്സ് എന്ന് പറയുന്നത് അന്നേരം ഈ ലോഡ് എന്ന് പറയുന്നത് ആരാണോ, ലോഡ് എന്ന് പറഞ്ഞാൽ എന്തോ ആയിക്കോട്ടെ, ഒരു ട്രാൻസ്ഫോമറോ ഒരു മെഷീനോ എന്തെങ്കിലും, ഏത് ലോഡോ ഏത് ടൈപ്പ് ഓഫ് ലോഡോ, ആ ലോഡ് കൺസ്യൂം ചെയ്യുന്ന പവർ, ആ കൺസ്യൂംഡ് ഇൻഡക്ഷൻ മോട്ടറൊക്കെ ആണെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന പവറാണ് നമുക്ക് വേണ്ടുന്നത്. അല്ല വോൾട്ടേജ് സെപ്പറേറ്റ് ആയിട്ടോ കറണ്ട് സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെത്തേഡ് നമുക്കുണ്ട്. നമുക്കറിയാം പവർ മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. സിംപ്ലി നമുക്കറിയാം ഒരു അമ്മീറ്റർ ഈ സർക്യൂട്ടിന് സീരീസ് ആയിട്ട് ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യുന്നു, പാരലായിട്ടൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. നമ്മൾ ആദ്യം പറഞ്ഞാണ് അമ്മീറ്റേഴ്സ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. അത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സർക്യൂട്ടിന് സീരീസ് അല്ലെങ്കിൽ ലോഡിന് സീരീസ് ആയിട്ടെന്ന് പറയാം. ലോഡിന് പാരലായിട്ടാണ് വോൾട്ട് മീറ്റർ എപ്പോഴും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യഥാർത്ഥത്തിൽ നമുക്ക് അതിൻ്റെ പവർ കിട്ടും, അല്ലേ? അങ്ങനെ നമുക്ക് വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാം. അതല്ല നമുക്ക് ആക്ച്വൽ പവർ അറിയാമെങ്കിൽ, ആ ഇൻസ്ട്രുമെന്റിന്റെ പവർ റേറ്റഡ് പവർ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് കോസ് ഫൈ എന്ന് പറഞ്ഞ പവർ ഫാക്ടറും കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നിലധികം ഇൻസ്ട്രുമെന്റ്സ് വേണം, അതിന് കാൽക്കുലേഷൻസ് ആവശ്യമാണ്. അപ്പോൾ ഈ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പവർ കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് പേരാണ് വാട്ട് മീറ്റർ. നമ്മളിപ്പോൾ പറയുന്നത് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്തോടെ കറണ്ട് കോയിൽ ഫിക്സഡ് കോയിലാണെന്ന് പറഞ്ഞു. കറണ്ട് കോയിലൂടെ മെഷർ ആവുന്ന അപ്പോൾ ഉറപ്പായിട്ടും എന്തായിരിക്കും? കറണ്ട് തന്നെ ആയിരിക്കും. നമുക്ക് കറണ്ട് കിട്ടി. ഇനി നമുക്ക് കിട്ടാനുള്ള വോൾട്ടേജ് ആണ്. വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു കോയിലിൻ്റെ പേരാണ് വോൾട്ടേജ് കോയിൽ അല്ലെങ്കിൽ പ്രഷർ കോയിൽ. പ്രഷർ കോയിലിൻ്റെ വേറൊരു പേരാണ്, നമ്മൾ പേര് കേട്ട് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. പ്രഷർ കോയിൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കോയിൽ തന്നെയാണ്. ആ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിനകത്ത് വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കോയിൽ വോൾട്ടേജ് കോയിൽ. പക്ഷെ അതെന്താണ്? മൂവിങ് കോയിലാണ്. വോൾട്ടേജ് കോയിൽ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അതിന് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം മൂവ് ചെയ്യാൻ പറ്റുന്നതിനകത്ത് തന്നെ നമ്മൾ എന്ത് പ്ലേസ് ചെയ്യണം? പോയിന്റർ പ്ലേസ് ചെയ്യണം, ഉറപ്പാണ്. അതാണ് നമ്മുടെ പോയിന്റർ. ഇതാണ് നമ്മുടെ പോയിന്റർ. ഈ പോയിന്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? വോൾട്ടേജ് കോയിലിനകത്താണ്. ഈ വോൾട്ടേജ് കോയിൽ ഒരു റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു റെസിസ്റ്റർ. അത് ഈ പറയുന്ന നമുക്കൊരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട് തൽക്കാലം അത്ര അറിഞ്ഞാൽ മതി. സേഫ്റ്റി പർപ്പസിന് വേണ്ടി ഞാനൊരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ വോൾട്ടേജ് കോയിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്? ഞാൻ പറഞ്ഞു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യേണ്ടത് ഉറപ്പായിട്ടും പാരലായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ വോൾട്ടേജ് കോയിൽ കണക്ട് ചെയ്തേക്കുന്നത് എന്തിന് പാരലായിട്ടാണ്? ലോഡിന് പാരലായിട്ടാണ് ഈ വോൾട്ടേജ് കോയിൽ അല്ലെങ്കിൽ പ്രഷർ കോയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ പ്രഷർ കോയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ലോഡിന് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഡ്യൂ ടു ഇന്ററാക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്.
പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മൂവിങ് കോയിൽ ആൻഡ് ഫിക്സഡ് കോയിൽ. അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ മൂലമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം എന്താണെന്നുള്ള മനസ്സിലായി, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കേസാണ്. ദെൻ ഇതിനകത്ത് ഉപയോഗിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിതിനകത്ത് ഉപയോഗിക്കാം, ഒരുപാട് ഡീപ്പായിട്ട് നമ്മൾ പോകുന്നില്ല. ദെൻ കൺട്രോൾസ്, എന്തൊക്കെ കൺട്രോളാണ് ഉപയോഗിക്കുന്നത്? സ്പ്രിംഗ് കൺട്രോളാണ് ഉപയോഗിക്കുന്നത്. 2 ടൈപ്പ് കൺട്രോൾ ഉണ്ട്, നമുക്ക് അറിയാം. കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി 2 ടൈപ്പ് ഓഫ് കൺട്രോളാണുള്ളത്. ഒന്ന് ഗ്രാവിറ്റി കൺട്രോളും രണ്ടാമത് സ്പ്രിംഗ് കൺട്രോളും. അപ്പോൾ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിനകത്ത് എന്ത് ടൈപ്പ് കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മളെന്ന് പറയും സ്പ്രിംഗ് കൺട്രോളാണ്. ദെൻ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഈസ് യൂസ്ഡ്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, അപ്പോൾ ഡാമ്പിംഗ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഡാമ്പിംഗ് എന്ന് പറയുന്നത് ഓസിലേഷൻസ് ആണ് അല്ലേ? സ്റ്റഡി ആയിട്ട് നമുക്ക് ഫൈനൽ പൊസിഷനിൽ എത്താതെ കിടന്ന് ഓസിലേറ്റ് ചെയ്യും. ആ ഓസിലേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്യുക, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. ദെൻ സ്കെയിൽസ് ആൻഡ് പോയിന്റേഴ്സ്, മിറർ ടൈപ്പ് സ്കെയിൽ. അപ്പം ഈ സ്കെയിൽസിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് ടൈപ്പ് സ്കെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പല ടൈപ്പ് ഓഫ് സ്കെയിൽ പോയിന്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറ്. അത് ഓരോ മെഷീനും ഓരോന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലൂടെ നമ്മൾ പോകേണ്ട കാര്യമില്ല. തൽക്കാലം ഈ ഒരു മെഷീനെ മാത്രം, ഈ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റിനെ മാത്രം പഠിക്കുക. മിറർ ടൈപ്പ് സ്കെയിലും നൈഫ് എഡ്ജ്ഡ് പോയിന്റേഴ്സ്, കൂടുതലും അത് തന്നെ ആയിരിക്കും. നൈഫ് എഡ്ജ്ഡ് പോയിന്ററും മിറർ ടൈപ്പ് സ്കെയിലും. സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്? മിറർ ടൈപ്പാണ്. അത് നമുക്ക് നോക്കുമ്പോൾ ഒരു എറർ, പാരലാക്സ് എറർ എന്ന് പറയുന്ന ഒരു എറർ ഉണ്ടാവാതെ തന്നെ നമുക്ക് എന്ത് വേണം? നമുക്ക് കറക്റ്റ് റീഡിങ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് മിറർ ഉപയോഗിക്കുന്നത്. ഓക്കെ, നൈഫ് ടൈപ്പ് പോയിന്റേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുക. വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് തെറ്റുന്ന ഒരു സംഭവമാണ് നോൺ യൂണിഫോം സ്കെയിലാണ്. കണ്ടോ? അപ്പോൾ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് നോൺ യൂണിഫോം ആണ്. അതിൻ്റെ റീസൺ എന്താണ്? ഡ്യൂ ടു സ്ക്വയർ ലോ റെസ്പോൺസ്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിന്റെ സ്കെയിൽ നോൺ യൂണിഫോം ആയത്? അതിൻ്റെ ഓപ്ഷൻ അത് സ്ക്വയർ ലോ റെസ്പോൺസ് എന്ന്. അപ്പോൾ നമുക്ക് അറിയത്തില്ല എന്താണ് സ്ക്വയർ ലോ റെസ്പോൺസ്, എന്താണെന്ന് പോലും നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റത്തില്ല. ആക്ച്വലി എന്താണ് സ്ക്വയർ ലോ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ടിന്റെ സ്ക്വയർ എന്നുള്ളതാണ് സ്ക്വയർ ലോ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ. വെൻ യൂസ്ഡ് എപ്പോഴാണ്? വെൻ യൂസ്ഡ് ആസ് വോൾട്ട് മീറ്റർ ആൻഡ് ഓർ അമീറ്റർ. സോറി, അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. വാട്ട് മീറ്ററിന്റെ കേസ് അല്ല, 2 കേസ് നമ്മളിവിടെ പറയണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ യൂണിഫോം സ്കെയിലാണ് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്. അതൊരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണ്. അതിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്? വോൾട്ട് മീറ്ററും അമീറ്ററും വാട്ട് മീറ്റേഴ്സും എല്ലാം യൂസ് ചെയ്യാറുണ്ട്. വോൾട്ട് മീറ്ററും അമീറ്ററും ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? സ്ക്വയർ ലോ റെസ്പോൺസ് വരുന്നത്. അതാ പറയുന്നത് തെറ്റാൻ നല്ല ചാൻസ് ഉണ്ട്. സ്ക്വയർ ലോ റെസ്പോൺസ് അതിന്റെ സ്കെയിൽ നോൺ യൂണിഫോം ആണ്. പക്ഷെ വാട്ട് മീറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് വെൻ യൂസ്ഡ് ആസ് എ വാട്ട് മീറ്റർ ദ ഇൻസ്ട്രുമെന്റ് വിൽ ഹാവ് യൂണിഫോം സ്കെയിൽ. യൂണിഫോം സ്കെയിലാണ് വാട്ട് മീറ്റർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ സ്കെയിൽ എന്ന് പറയുന്നത് നോൺ യൂണിഫോം ആണ്. വോൾട്ട് മീറ്ററും അമീറ്ററും ഏത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്? ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. അതേ ഇൻസ്ട്രുമെന്റ് തന്നെ വാട്ട് മീറ്റർ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യൂണിഫോം ആയിട്ടുള്ള ഒരു സ്കെയിലിംഗ് ആയിരിക്കും. ദെൻ കോമൺലി യൂസ്ഡ് ആസ്, അപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വാട്ട് മീറ്റർ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ്. ടു മെഷർ പവർ ഇൻ ബോത്ത് എ സി ആൻഡ് ഡി സി. അപ്പോൾ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? എ സിയിലും ഡി സിയിലും യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, ആൻഡ് വിൽ ഹാവ് യൂണിഫോം സ്കെയിൽ. നമ്മൾ പറഞ്ഞ വാട്ട് മീറ്റർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ യൂണിഫോം സ്കെയിൽ തന്നെയാണ്. ഇനി ഈ ഒരു ഡയഗ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഒരു കൺസ്ട്രക്ഷൻ ഡയഗ്രത്തിനെ കുറച്ചൊരു സർക്യൂട്ട് ഫോർമാറ്റിലായിട്ട് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതായത് ആ ഒരു കൺസ്ട്രക്ഷൻ ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞത് പ്രഷർ കോയിലുണ്ട്, കറണ്ട് കോയിലുണ്ട് അല്ലേ? പ്രഷർ കോയിൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കോയിലാണ്. അതിനെ നമ്മളൊരു ഇലക്ട്രിക് സർക്യൂട്ടിന്റെ ഫോർമാറ്റിലോട്ട് മാറ്റിയാൽ നമുക്ക് മനസ്സിലാവുന്നത് കറണ്ട് കോയിലിനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കണ്ടോ? കറണ്ട് കോയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കറണ്ട് കോയിൽ. ദെൻ പ്രഷർ കോയിലിനെ റെപ്രസെന്റ് ചെയ്തത് ഇങ്ങനെയാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മളൊരു സർക്യൂട്ട് സിമ്പിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ കറണ്ട് കോയിലിനെ ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് കറണ്ട് കോയിൽ. ഇനി പ്രഷർ കോയിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ സോഴ്സിൽ നിന്ന് വരുവാണ്. സോഴ്സ് പ്രഷർ കോയിലിനെ റെപ്രസെന്റ് ചെയ്തത് ഇങ്ങനെയാണ്. കണ്ടോ? റെസിസ്റ്ററായിട്ടാണ് മെഷർ ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത്? എ സി സോഴ്സ്. എ സി സിംഗിൾ ഫേസ് എ സി സോഴ്സ് ആണ്. സിംഗിൾ ഫേസ് എ സി സോഴ്സ് ആണ് ഈ കണക്ട് ചെയ്തിരുന്നത്. ആ സോഴ്സിനായിട്ട് വാട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നേരെ നമ്മൾ ലോഡിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ കറണ്ട് കോയിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. ലോഡിന് ഇവിടെ നമ്മൾ ലോഡ് കണക്ട് ചെയ്യണം. ലോഡിന് സീരീസ് ആയിട്ടാണ് ആര് കണക്ട് ചെയ്യുന്നത്? കറണ്ട് കോയിൽ കണക്ട് ചെയ്യുന്നത്. പ്രഷർ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ കണക്ട് ചെയ്യുന്നത് പാരലൽ ആയിട്ടാണ്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് റെസിസ്റ്ററായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സർക്യൂട്ട് സിമ്പിൾ ഇടുന്നതാണ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. രണ്ടും കോയിൽ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല.
ഓക്കെ, ഈ കറണ്ട് കോയിലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എം എൽ സർക്യൂട്ട്, അതായത് മീൻസ് ഒരു സർക്യൂട്ടിൽ നമ്മളൊരു വാട്ട് മീറ്റർ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് എം എൽ ദെൻ സി വി, ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ സി വിയും ആക്ച്വലി ഷോർട്ട് സർക്യൂട്ടഡ് ആണ്. സി വിയും എന്താണ്, ഷോർട്ട് ചെയ്തേക്കാണ്. നമ്മളൊരു വാട്ട് മീറ്റർ എടുക്കുവാണെങ്കിൽ, നമ്മൾ പ്രാക്ടിക്കലി ഒരു വാട്ട് മീറ്റർ എടുക്കുവാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ പോയിന്റ്സ് വേണം, എം എൽ സി വി എന്ന് പറയുന്ന പോയിന്റ്സ് വേണം. ഈ എം എൽ എന്ന് പറഞ്ഞാൽ ആയിരിക്കും അതിൻ്റെ പോയിന്റ് കൊടുത്തിരിക്കുന്നത് എം എൽ സി വി. ഈ വി എന്ന് പറയുന്നത് അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് ആണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പല ടൈപ്പ് റേറ്റിങ്ങുകളുണ്ട്. 500 വോൾട്ടിൻ്റെ ആണെങ്കിൽ ഇത് 500 വോൾട്ട് കാണും. അതുപോലെ തന്നെ ഇത് തന്നെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം, 250 വോൾട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് റേഞ്ചിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് ഓൾറെഡി ആ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന് അകത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഈ വോൾട്ടേജിന് പകരം ഇവിടെ എന്തായിരിക്കും ഉള്ളത്, 500 കാണും, 250 എന്ന് പറയുന്ന ടെർമിനൽസ് കാണും. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നിടത്ത് സോഴ്സിന് സീരീസ് ആയിട്ട് എം കണക്ട് ചെയ്യുക, എല്ലിൽ നിന്ന് ലോഡിലേക്ക് കണക്ട് ചെയ്യുക. കണ്ടോ, ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നു, ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. എമ്മും സിയും തമ്മിൽ എന്ത് ചെയ്യുന്നു, ഷോർട്ട് ചെയ്യുന്നു. ഒരു ചെറിയ വയർ ഉപയോഗിച്ച് എമ്മും സിയും ഷോർട്ട് ചെയ്യുന്നു. വിയിൽ നിന്ന് വീണ്ടും അടുത്ത കണക്ഷൻ എടുത്ത് എവിടെ കൊടുക്കണം, അതുകൊണ്ട് ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം എം എൽ സി വി. അപ്പോൾ ഈ ടെർമിനൽസ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞതിനകത്തും ഒരു കാര്യമുണ്ട്. കാര്യം നമുക്കൊരു കേസ് വരാൻ നമ്മൾ ഒരു സംഭവം ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കും. അതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡൈനാമോമീറ്ററിനെ വാട്ട് മീറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. പ്രഷർ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ.